അല്ല ഒരു കേക്കും ഉണ്ടാക്കി കാണിച്ചിട്ടില്ല. അപർണയുടെ സ്വന്തം ജീവിതമാണ് കാണിച്ചത്. അതെ. എന്നിട്ട് ഞാൻ അതിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എന്റെ നെഞ്ചത്ത് കയറിയിട്ടുള്ള അപർണയുടെ ജീവിതം അതാണ് യൂട്യൂബ് ചാനലിൽ നടക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ജീവനെ കൊണ്ടുവന്നാലേ എനിക്ക് രാശിയുള്ളൂ. അതെല്ലേ, ജീവനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ വൻ അത് മാത്രം കട്ട് ചെയ്ത് പ്രൊമോയിൽ ഇട്ടോട്ടോ. ജീവനെ കൊണ്ടുവന്നാൽ എനിക്ക് രാശി ബാക്കി അറിയാനായി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അതൊക്കെ കേൾക്കാൻ നല്ല രസമുള്ള തലക്കെട്ട ആവശ്യമൊന്നുമില്ല. സത്യമാണ് അവർ പറഞ്ഞത്. ജീവന എന്തോ ഇഷ്ടമാണ് ആളുകൾക്ക്. അതെന്താ ജീവൻ? എന്തോ വലുത് വരാണ്ട് അല്ലെ കാര്യമായിട്ട് ഇങ്ങനെ പറയത്തത്. യേശു ക്രിസ്തുവിന്റെ അവസ്ഥയാണല്ലോ എനിക്ക്. ഇടവും വലിയ സാരി കള്ളന്മാരാണേ ഉള്ളൂ. ഓക്കെ, കളയത്തില്ല. ചിലപ്പോ ഇങ്ങനെ കറങ്ങി ഇവിടെ വരെ വന്ന് നിൽക്കും, പക്ഷെ ഒരു തുള്ളിപ്പാല നിലത്ത് വീഴത്തില്ല. നമ്മള് ഓണക്കാലത്ത് ഓണത്തിന് എല്ലാവർക്കും ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കണം. അതിന്റെ തിരക്കിനിടയിൽ ഒരുപാട് സമയം പായസം ഉണ്ടാക്കാൻ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈസി ആയിട്ട് പായസം മിക്സ് വാങ്ങിക്കുന്നു, ജസ്റ്റ് മിക്സ് ചെയ്യുന്നു, പായസം റെഡി. അതാണ് ഈസ്റ്റേൺ പായസത്തിന്റെ പ്രത്യേകത, ഗുണം. അതാണ് നമ്മളിപ്പോ വാങ്ങിച്ച കാശിന് ജോലി ചെയ്തു നല്ലോണം ബംഗാളി പോലെയുള്ള പണിയെടുക്കുന്നുണ്ട്. എനിക്കത് ഞാൻ സംതൃപ്തരായതില്. പിന്നെ ഇന്ന് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല്, ഇന്ന് ജീവയും അപർണയും കൂടെ ഉണ്ടാക്കുന്ന പായസം കഴിക്കാലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇന്നത്തെ ലഞ്ച് പോലും മിസ് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ജീവയെ അപർണ ഷവർമ ഷേക്ക് കഴിച്ചിട്ടാണ്. എനിക്കറിയത്തില്ല, ചിലപ്പോ നാട്ടിലൊക്കെ ആർക്കും കഴിച്ചിട്ടുണ്ടാവില്ല. എന്റെ യൂട്യൂബ് ചാനൽ ലഞ്ച് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരു ഷവർമ ഷേക്ക് കഴിക്കൂ. വാവ്, എന്ത് മനോഹരം. എന്താ ഷവർമ ഷേക്ക്? ദൈവമേ, ജീവയുടെ ഉന്നയിച്ച് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ഉണ്ടാവാതെ നമുക്ക് ഈസ്റ്ററിന്റെ പായസം എടുക്കായിരുന്നു. എടുക്കെടുക്ക്, അതൊക്കെ നിങ്ങളുടെ ടൈമിൽ നിങ്ങളാണ്. ഞാനിത് അടുക്കി പിടിക്കാൻ നോക്കുക. പായസം മിക്സ്. അപ്പൊ ജീവ ഒന്നുകൂടെ ഏതാ വേണ്ടേ? സേമിയ. സേമിയ. അപ്പൊ നമ്മള് എല്ലാവർക്കും സേമിയ. ഞാനാണോ പൊട്ടിക്കുന്നത്? ദൈവമേ, നീ അഥവാ കൊള്ളത്തില്ലെങ്കിൽ ഫേസിൽ എക്സ്പ്രഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. വേറെ ഒന്നും. പാലട കഴിക്കാനുള്ള അമിതമായ ആഗ്രഹത്തോടെ വന്നല്ലേ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. നിനക്ക് പാലട ആയിരുന്നു വേണ്ടേ? നേരത്തെ പറയണ്ടേ പാലട മാറ്റി വെക്ക്. സീരിയസ്ലി? നേരത്തെ പറയണ്ടേ? ഞാനാണ് സേമിയ നമ്മള് പൊട്ടിച്ച സാധനം. ഇതെനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ? പണ്ട് കുറച്ചാൾ മുമ്പ് നിങ്ങളാരും മറന്നു കാണത്തില്ല, നമ്മുടെ ന്യൂസുകാരെല്ലാം കൂടെ ഒരു ചേസിങ് നടത്തിയായിരുന്നു. ഇതാ കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്, കാറ് പൊക്കോണ്ടിരിക്കുകയാണ്, ഇതാ പായസം പൊട്ടിച്ചിരിക്കുന്നു. ഹായ്, എന്ത് രസമുള്ള പാക്കറ്റ്. ഹായ്, പായസം.